നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നെന്ന് പറയുമ്പോൾ 23 ഡിസംബറാണ്. നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 2:30 അടുക്കുന്നു. നമുക്ക് ഇതുവരെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2 സിഗ്നൽ വന്നിട്ടുണ്ട്. രാവിലെ ഒരു ബൈ ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ 12 മണിക്ക് വന്ന സെല്ലാണ്. അത് ഓൾറെഡി ഡൗൺ പോയിട്ട് ഇപ്പോൾ ഒന്ന് റിവേഴ്സ് പോവുകയാണ്. ഇതാണ് നിഫ്റ്റി ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ 2 സിഗ്നൽ ഇട്ടുണ്ട്. അത് അപ്പോൾ അതിൽ ഓപ്ഷനിൽ എങ്ങനെ എടുക്കാമെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഇത് കാണേണ്ട ഓപ്ഷൻ സ്ട്രാറ്റജി, അത് ഏത് മാർക്കറ്റാണ് ലൈവ് പെർഫോമൻസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് സെല്ല് നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. 12 മണിക്ക് സെല്ല് വന്നിരിക്കുന്നത് 23,781 സെല്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പുട്ടാണ് ബൈ ചെയ്യാനുള്ളത്. 23,781 ലെവൽ. ഈ ലെവലിലാണ് നിഫ്റ്റി സെല്ലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. അത് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏതും ആകാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻ കൂടെ ഉള്ള കാരണം നമ്മൾ സെക്കൻഡ്, അതായത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ഈ മെയിൻ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കും. സ്ട്രൈക്ക് സെലക്ഷനും ആൻഡ് കോളാണോ പുട്ടാണോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓപ്ഷൻ ചാർട്ടിൽ തന്നെ നോക്കണം. ഓപ്ഷൻ്റെ ചാർട്ടിൽ നമുക്ക് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടാവും, നോക്കിയ ശേഷം മാത്രം എടുക്കുക. ഇവിടെ നമുക്ക് ആ ഒരു ടൈമിൽ ബൈസിക്കിൾ ഉണ്ടായിരുന്നു. ഇത് 23,900 പുട്ട് ഓപ്ഷൻ്റെ ചാട്ടാണ്. നമുക്ക് ബൈസിക്കിൾ ഉണ്ടായിരുന്നു. ഇത് കൺഫേം എന്ന് പറഞ്ഞ് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. കൺഫേം എന്ന് പറയുമ്പോൾ ആരോ വന്ന ശേഷം പ്രൈസ് ബൈസോൺ ആയിരിക്കണം താഴത്ത്. അതുപോലെ ആരോടെ താഴത്തെ ബാറിലെ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യുക. അത് ഗ്രീൻ തന്നെ ആയിരിക്കണം. ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുകയാണെങ്കിൽ താഴത്തെ ഗ്രീൻ അല്ലായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാമായിരുന്നു. കാരണം റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് കയറി വന്ന മാർക്കറ്റാണ്. റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അപ്പം ബ്രേക്ക് ചെയ്ത് കയറി വന്ന മാർക്കറ്റ് ഒരു 90% കയറും. അപ്പോൾ നമുക്ക് താഴത്തെ ബാറിലെങ്കിലും പ്രൈസ് സോൺ ഓക്കെ ആണെങ്കിൽ എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡൗൺ, ഇപ്പോൾ ഇവിടെ സെല്ലാണ് നടക്കുന്നത്. കാരണം ഇപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി റിവേഴ്സ് പോകുന്നതിൻ്റെയാണ്, അപ്പ് ട്രെൻഡിലോട്ട് പോകുന്നതിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇതുപോലെ നമുക്ക് ഓപ്ഷനിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി പിന്നെ രാവിലെ നോക്കുകയാണെങ്കിൽ ഒരു ബൈസിക്കിളാണ് വന്നത്. പക്ഷേ ഇതൊരു ഗ്യാപ്പ് അപ്പിൽ വന്ന മാർക്കറ്റാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പിൽ വന്ന മാർക്കറ്റ് കയറണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് എടുക്കാൻ നമ്മൾ എടുക്കല്ലേ. അപ്പോൾ ഇത് ഗ്യാപ്പ് അപ്പിൽ വന്ന ശേഷം മാർക്കറ്റ് റെസിസ്റ്റൻ്റ് എടുക്കാതെ ഇറങ്ങിയ ശേഷം ഇത് കണ്ടേ ഇവിടെ നിന്ന് റെസിസ്റ്റൻ്റ് എടുത്തിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നിങ്ങൾ രാവിലെ കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ അത് കൺഫർമേഷൻ കിട്ടില്ല. ഇതുപോലെ ഇവിടെ ബ്രേക്കൗട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ ഓപ്ഷൻ കയറാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 2 സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാനും ഓപ്ഷൻ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനും ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ചാർട്ട് കൂടെ ഉള്ളതാണ്. നമുക്ക് കറക്റ്റ് വ്യക്തത കിട്ടും. എവിടെ എൻട്രി എടുക്കണം, സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം അതേ ചാർട്ടിൽ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി എന്താണ് എക്സിറ്റ് ലെവലൊക്കെ മനസ്സിലാക്കി ആ ടൈമിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. റീ എൻട്രി പോലും നമുക്ക് റീ എൻട്രി എടുക്കണമെന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതലായിട്ട് അറിയണോ പഠിക്കണോ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.